നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപി, അതായത് ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. വർഷങ്ങളോളം തൃശൂർ മണ്ണിൽ ഒരു വാഗ്ദാനങ്ങളായിരുന്നു ഇടത് സർക്കാരും അതുപോലെ തന്നെ വലത് സർക്കാരും നൽകിക്കൊണ്ടിരുന്നത്. വെറും വാഗ്ദാനങ്ങൾ മാത്രം. അത് എല്ലാം തകർക്കാൻ സുരേഷ് ഗോപിക്കും അതോടൊപ്പം തന്നെ BJPക്കും സാധിച്ചു എന്നത് ഒരു യഥാർത്ഥ്യം തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ BJPയുടെയും അതോടൊപ്പം തന്നെ RSSന്റെയും ശക്തമായ ഒരു പ്രവർത്തനങ്ങൾ ബൂത്ത് തലം മുതൽ തന്നെ BJP അവിടെ വലിയ രീതിയിൽ ഒരു മികച്ച പ്രകടനം നടത്തുന്നു. ജനങ്ങളുടെ മനസ്സിലേക്ക് BJP എന്ന കൊടി, BJP എന്ന താമര ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ തൃശ്ശൂരിലെ BJP ഘടകത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ 5 വർഷം സുരേഷ് ഗോപി അവിടെ ശക്തമായ രീതിയിൽ ഒരു പ്രവർത്തനങ്ങൾ നടത്തിയത് സുരേഷ് ഗോപിക്ക് തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് പിന്നെ ഇടതുപക്ഷത്ത് നിന്നോ അല്ലെങ്കിൽ വലതുപക്ഷത്ത് നിന്നോ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിരുന്നില്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ സുരേഷ് ഗോപി എന്നൊരു പേര് മാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതിലൂടെ തന്നെ ഒരു വലിയൊരു വിജയം നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപിക്ക് ഒരു ഇടം നേടാൻ സാധിച്ചു എന്നതിന്റെ തെളിവാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടിന് മുകളിൽ സുരേഷ് ഗോപി വിജയിച്ചത്. കൂടാതെ MP ആയിരുന്നിട്ട് പോലും ഒരു പ്രാവശ്യം പോലും തൃശ്ശൂരിൽ ഒരു പ്രവർത്തനത്തിലും പങ്കാളിയാകാതെ ഇരുന്ന TN പ്രതാപന് ഇക്കുറി ജനങ്ങൾ കൊടുത്തത് നല്ല ഒന്നാന്തരം പദവി തന്നെയാണ്. ഒരു പദവി മാത്രം മോഹിച്ച് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനിറങ്ങുന്ന TN പ്രതാപനെ ഇക്കുറി തൃശ്ശൂർ ജനത ഇരുത്തിയത് വീട്ടിലേക്കാണ്. തോൽവിക്ക് മുഖ്യ കാരണം TN പ്രതാപനും ജില്ലാ നേതൃത്വത്തിനുമുണ്ടായ വീഴ്ചയാണെന്ന് KPCC ഉപസമിതി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് നയിച്ചുവെന്നും CPMഉം CPIയും നേതാക്കളുടെ ബൂത്തിലടക്കം BJP വലിയ തോതിൽ വിജയം കൈവരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ വലതുപക്ഷ വോട്ടുകളെല്ലാം, അതായത് ഇടതുപക്ഷത്തിന്റെ മൊത്തം വോട്ടുകളും BJPക്ക് പോയി എന്ന് വെച്ചാൽ അർത്ഥം ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ BJPക്ക് വോട്ട് ചെയ്തെന്നാണ്. പൂരം കലക്കിയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് VD സതീശൻ പ്രസ്താവനയ്ക്ക് തിരിച്ചടിയാണ് KPCCയുടെ ഉപസമിതി റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. K മുരളീധരന്റെ തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ KPCC നിയോഗിച്ച ഉപസമിതി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. TN പ്രതാപൻ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ആ ഇടം സുരേഷ് ഗോപി കൈയടക്കി. TN പ്രതാപന്റെ പിന്മാറ്റം സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ ഒരു വിജയ സാധ്യത എത്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ TN പ്രതാപൻ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ TN പ്രതാപനെ പിണക്കാത്ത രീതിയിലാണ് ഇവിടെ KPCC ഉപസമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് TN പ്രതാപൻ ഇല്ലാത്തത് കൊണ്ടാണ് തൃശ്ശൂരിൽ കോൺഗ്രസിന് അടിപതറിയെന്ന് TN പ്രതാപനെ സുഖിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നത്. പ്രചാരണ രംഗത്ത് ജില്ലാ കമ്മിറ്റിക്കുണ്ടായ വീഴ്ചയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിപ്പോർട്ട് ഇപ്പോൾ സ്വാഗതം ചെയ്ത് BJPയും രംഗത്തെത്തിയിരിക്കുകയാണ്. ബൂത്ത് തല പ്രവർത്തനങ്ങൾ അമ്പയെ പരാജയപ്പെട്ടുവെന്നും കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും മണ്ഡല കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CPMന്റെയും CPIയുടെയും മുതിർന്ന നേതാക്കളുടെ അടക്കം ബൂത്തുകൾ BJPക്ക് വലിയൊരു പിന്തുണ ലഭിച്ചു. അവിടെയും കോൺഗ്രസ് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ MP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാറിനെ ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ മുരളീധരനെയൊക്കെ ഉപേക്ഷിച്ച് എല്ലാം ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും സുരേഷ് ഗോപിയുടെ പിറകിലേക്ക് പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ കോൺഗ്രസിന്റെയും മറ്റു മുതിർന്ന നേതാക്കന്മാരെ, അതായത് ഹൈക്കമാൻഡിനെയും KPCCയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ രാവിലെയൊക്കെ പ്രചാരണത്തിന് ഇറങ്ങുമായിരുന്നെങ്കിലും അവർ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. അതിന്റെ ഒരു ഫലമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. കൂടാതെ വ്യക്തമായ ദേശീയ നേതൃത്വത്തിന്റെ വ്യക്തമായ ഒരു നീക്കങ്ങളും അതുപോലെ തന്നെ തൃശ്ശൂരിൽ RSSന്റെ നീക്കങ്ങളും അതുപോലെ തന്നെ BJPയുടെ വ്യക്തമായ പ്ലാനിങ്ങും അവരുടെ സംഘടനാപരമായ ഓരോ നീക്കങ്ങളും താഴെത്തട്ട് മുതലുള്ള അവരുടെ പ്രചാരണങ്ങളും എല്ലാം തന്നെ BJPക്ക് തൃശ്ശൂർ വിജയിച്ചെടുക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.